വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ നടൻ തന്നെയാണ് വിനായകൻ. പക്ഷേ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വിമർശനത്തിനും ഇരയാകേണ്ടി വന്നിട്ടുണ്ട് വിനായകൻ. കാരണം അദ്ദേഹം പറയുന്ന ചില വാക്കുകളും അതുപോലെ തന്നെ ചില വീഡിയോകളും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ കടുത്ത വിമർശനങ്ങളും വിനായകൻ കരസ്ഥമാക്കാറ്. എന്നാൽ ഇപ്പോൾ ഇതാ അദ്ദേഹത്തിനെ കുറിച്ച് സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഒന്ന് നിൽക്കാനോ ഒന്ന് തുറന്ന് സംസാരിക്കാനോ പോലും പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ആ നടൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമാ ചിത്രീകരണത്തിനിടയിലാണ് അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു നടൻ. ഇതിനിടയിലാണ് ആശുപത്രി വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നത്. ആശുപത്രി വാസത്തിലും ചികിത്സയിലുമൊക്കെ ആയതുകൊണ്ട് തന്നെ അവശനായി നിൽക്കുന്ന വിനായകനെയാണ് ഇപ്പോൾ മലയാളികൾ കാണുന്നത്. തുറന്ന് സംസാരിക്കാൻ പോലും വയ്യ, ഒന്ന് സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ. ഇത്ര നാളായിട്ടും അദ്ദേഹത്തിനെ ഇങ്ങനെയൊരു അവസ്ഥയിൽ ആരും കണ്ടിട്ടില്ല. ആട് സിനിമയുടെ 3-ാം ഭാഗത്തിന്റെ സിനിമാ ചിത്രീകരണത്തിനിടയിലാണ് താരത്തിന് ഒരു അപകടം സംഭവിച്ചത്. അപകടത്തിൽ താരത്തിന്റെ കഴുത്തിന്റെ ഞരമ്പിൽ പരിക്കേൽക്കുകയായിരുന്നു. ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ശരീരം മുഴുവൻ തറന്നു പോകേണ്ട ഒരവസ്ഥയുണ്ടായേനെ. 2 ദിവസത്തിന് മുൻപ് തന്നെ അത് തിരിച്ചറിഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ട് തന്നെ എത്രയോ ഭേദമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിനായകൻ മാധ്യമങ്ങളോട് തന്നെ തുറന്നു പറഞ്ഞത്. സംസാരിക്കുന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും വലിയ അവശനിലയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. വലിയ ദുഃഖത്തിൽ തന്നെയാണ് ആരാധകരെല്ലാവരും. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഒരു നടൻ തന്നെയാണ് വിനായകൻ. വില്ലനായിക്കൊണ്ടും സഹനായകനായിക്കൊണ്ടൊക്കെ തന്നെയും വിനായകൻ ഇന്ന് മലയാളികൾക്കിടയിലേറെ സുപരിചിതനായ നടൻ തന്നെയാണ്. കോമഡിയൻ ആയിക്കൊണ്ട് നിരവധി സിനിമകളിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ പരിശോധനയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ പേശികൾക്ക് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും ക്ഷതമേറ്റിട്ടുണ്ട് എന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റുമായി എത്തുന്നത്.